നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു മൊമെന്റ്സ് ഒക്കെ കൊണ്ടുപോകണം. റെഡി? വേടന്റെ ആരാധകന്മാരൊക്കെ ഉണ്ട് കുറച്ചും കൂടി ആർപ്പുണ്ടാക്കി. ഇത്ര പോരാ 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 വിട്ടുവിട്ടാല്ല. ഇവിടെ വരാൻ പോകുന്നത് സാധാരണ ഒരു ആർട്ടിസ്റ്റ് അല്ല. ഹി ഈസ് എ റെവല്യൂഷൻ. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വിജയം, ഇതാണ് ഒരു സിംഗറിന്റെ വിജയം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വേടൻ പരിപാടിക്ക് വന്നാണ്. കോട്ടമൈതാനം, പാലക്കാട്. അടിപൊളി. നമ്മൾ 5 മണിക്ക് എത്തിയിട്ടോ. 5 മണിക്ക് എത്തിയപ്പോഴുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. 6 മണിക്കാണ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 5 മണിക്ക് തന്നെ അപാര തിരക്കായി. നിറയെ ജനം, നിറയെ യൂത്ത് ഇതിനു വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭൂരിപക്ഷ ആളുകളും വേടൻ്റെ പ്രിയപ്പെട്ട നിറമായ കറുത്ത നിറത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ. ഇവിടെ നിറയെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ധാരാളം സ്ഥലം ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ കേട്ടോ. ഇനി എത്ര ആളുകൾ വന്നാലും, 10,000 ആളുകൾ വന്നാലും 20,000 ആളുകൾ വന്നാലും ഈ സൈഡിലേക്കൊക്കെ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇവിടെ നിൽക്കാനെങ്കിലും പറ്റും. നമുക്ക് ദൂരെ സ്റ്റേജ് കാണാം. നമുക്ക് ഇവിടെ നിന്നിട്ടാണെങ്കിലും വേടൻ്റെ പരിപാടി കാണാൻ പറ്റും. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതിൻ്റെ LED വാളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്നും കാണാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിൽ നല്ല തിരക്കാണ്. എല്ലാ ആളുകളും ആ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോയിട്ട് നമ്മളെന്തായാലും ആ ഭാഗത്തേക്ക് പോയി നോക്കിയിട്ട് വരും. ഇപ്പോൾ നല്ല അനുകൂലമായ കാലാവസ്ഥയാണ് കേട്ടോ. വെയിലില്ല, നല്ല തണലാണ്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മഴക്കാരൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ കണ്ടീഷനാണെങ്കിൽ മഴ പെയ്യുമെന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് പരിപാടിക്ക് അനുയോജ്യമായ നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായ സ്ഥലം പോലെയല്ല. ഇവിടെയൊക്കെ ഫ്ലോർ ഉണ്ടല്ലോ, ഫ്ലോറൊക്കെ കട്ട വിരിച്ചാണ്. ചെടിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പുറത്തൊക്കെ വീണ്ടും അതുപോലെയൊക്കെ തന്നെ നല്ല സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലം നല്ല പുല്ലുള്ള സ്ഥലമാണ്. എന്തായാലും അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നല്ല ആവേശം, ആൾക്കാർ കൂവി വിളിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആ ക്രൗഡിലേക്കൊന്നും പോകണില്ല. അതിന് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കടന്നു നോക്കിയിട്ട് വരാം. ഇതുണ്ട്, ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ് ഗ്രൗണ്ടിലും നിറയെ ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രൗഡിൽ പോയി നിൽക്കുന്ന ആളുകൾ അവിടെ നല്ല തിരക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാ ഈ ഇവിടെയൊക്കെ ഒരു സീറ്റ് വേക്കൻ്റ് ആണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇരിക്കാം. ഈ ഭാഗത്തൊക്കെ ശാന്തമായിട്ട് നിൽക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. നിങ്ങളെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ മാറ്റും. ഇവിടെ വന്ന് നിന്നിട്ട് യാതൊരു കാര്യമില്ല. റെഡ് കളർ കാര്യമുള്ളവർ ഈ സോണിൽ വന്ന് നിൽക്കണം. റെഡ് കളർ ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ അത് റെഡ് ആണെങ്കിൽ ദയവ് ചെയ്ത്, വീണ്ടും പറയുന്നു, കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരും, നിങ്ങളെ മാറ്റും. മനു ഇതിന്റെ അകത്തേക്ക് വരിക. മനു കയ്യിൽ റെഡ് ഉള്ളവരെ പുറത്താക്കുക. കയ്യിൽ റെഡ് കളർ ഉള്ളവരെ പുറത്താക്കുക. സംഘാടകർ എന്തൊക്കെയോ നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ടോ. അവിടെ എന്താ നല്ല തിരക്കുണ്ട്. മനു, ആ റെഡ് കളർ ടാഗുള്ളവരെ ഇവിടേക്കാണ് അവരെ നിർത്തേണ്ടത്. അവരെവിടേക്ക് മാറ്റി നിർത്തുക. ഉണ്ടല്ലോ, വേടനെ കാണാൻ ആളുകൾ കൂട്ടം കൂടി കാണണ്ടാവും. എന്താ ജനം! ഇതിൽ തന്നെ ഉണ്ടാവും ഒരു 10,000 ആളുകൾ. ഇനി ഇത്രയും ആളുകൾ തന്നെ ഇനി വരാനുണ്ടാവും കേട്ടോ. നിറയെ ആളുകൾ.
ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കൂളായിട്ട് നടക്കാം. ക്രൗഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും ക്രൗഡിൽ പെട്ടു. ഇവിടെയൊക്കെ നിൽക്കാനും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ആളുകൾ സ്വസ്ഥവും ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഫ്രണ്ടിൽ നല്ല ക്രൗഡാണ്. എന്തായാലും ഏത് ഭാഗത്തു നിന്നാലും കാണാം. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിലെത്തി കേട്ടോ. വന്നോ ഒന്നറിയില്ലല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവേശത്തിൽ അലറുള്ളി കേൾക്കാം കേട്ടോ. അത് വേടം വന്നാണോ എന്നറിയില്ല. എങ്കിലും 1 മണിക്കൂറും കൂടി കഴിയാൻ ചാൻസ് ഉണ്ട്. ഡ്രോൺ പറക്കില്ല, ഡ്രോണിൻ്റെ പുറകെ കാക്കയുണ്ട്. ആ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ബാരിക്കേഡ് വെച്ച് ഇവിടെ തടുത്തുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഗേറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും വേടനൊക്കെ വരുന്ന വഴി ഇതായിരിക്കാം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണ്ട കേട്ടോ. ഇവിടുത്തെ തിരക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് പുറകിലേക്ക് മാറി നിൽക്കുക. എന്ത് പറ്റി? ഓർമ്മപ്പെടുത്താം. വളണ്ടിയേഴ്സ് ഈ ഭാഗത്ത് നിൽക്കുന്ന വളണ്ടിയർ ടാഗ് ഇട്ടവർ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വളണ്ടിയർ ടാങ്ക് കാഴ്ചക്കുള്ളതല്ല. അവരുടെ ആവേശം കണ്ടില്ലേ? നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുക, ഇല്ലെങ്കിൽ ടാഗ് തിരിച്ചു തരിക, അവർക്ക് കൊടുക്കാം. വളണ്ടിയർ ടാഗ് ഇട്ട ഓരോരുത്തരും ഇവിടെ എത്ര മനോഹരമായാണ് വളണ്ടിയേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ എന്നെ സമ്മതിക്കും അതല്ലേ? അതുപോലെ തന്നെ ഈ സൈഡിലിരിക്കുന്ന വളണ്ടിയേഴ്സ്, ചാടി വരുന്നവർ, അതുപോലെ തന്നെ ആവേശം മൂത്തത് മതിലാണെന്ന് മനസ്സിലാകാതെ അത്രയും ഉയരത്തിൽ കാല് വെച്ച് വരുന്നവർ, ചാടി വരുന്നവർ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത്രയും ഉയരത്തിൽ കാലുകൊണ്ട് കടക്കാൻ പറ്റുന്നത് തെളിയിക്കുന്നവർ, അവരോട് പറയുക അങ്ങനെ തെളിയിക്കരുത്, മാറി നിൽക്കാൻ പറയുക. ഇതിലൂടെ ആളുകൾ ബാഡ്ജുള്ളവരല്ലാത്തവരാരും തന്നെ അകത്തേക്ക് പ്രവേശിക്കേണ്ടതില്ല. തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിലൂടെ വന്ന് ഇവിടേക്ക് നിൽക്കാം. ഗ്രൗണ്ടിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് വലിയ മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലും കസേരയിൽ ഇരിക്കാത്ത ആരും നിൽക്കേണ്ടതില്ല. ഇതിന്റെ ഉള്ളിൽ കസേരയിൽ ഇരിക്കാത്തവരാരും നിൽക്കേണ്ടതില്ല, നിൽക്കുന്നവർക്ക് ഇരിക്കാം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിൽക്കുന്നവർക്ക് ഇരിക്കാം, നിൽക്കണ്ട. ദയവ് ചെയ്ത് പറയുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോയും
അവിടെ നിൽക്കുന്നവരെ വികാരഭരിതരാക്കും. കാരണം നിങ്ങൾ മാത്രം വന്ന് ഫോട്ടോ എടുക്കുക ശരിയായ ഏർപ്പാടല്ല. ദയവ് ചെയ്തൊന്ന് മാറി നിൽക്കണം. ബൗൺസേഴ്സ് എവിടെ? നമ്മുടെ ബൗൺസർ ടീം. ഇനി നിങ്ങൾക്ക് പണി തുടങ്ങാം. ഇവിടെയൊക്കെ ഇവിടെ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യത കാണിക്കുക. ആരും ഫോട്ടോ എടുക്കാൻ ഇനി മുകളിലേക്ക് വരേണ്ടതില്ല, സൈഡിലും നിൽക്കേണ്ടതില്ല. ഓക്കെ? മീഡിയക്കുള്ള സ്ഥലം റാമ്പിന്റെ ഇടതുവശത്താണ്. അതിലൂടെ വഴിയുണ്ട് മീഡിയക്ക് വരാൻ. എന്തുപറ്റി? ആരുടെ കൂടെ വന്ന? അനിരുദ്ധിന്റെ കൂടെ വന്നതാരാ? ഫ്രണ്ട്സിന്റെ പേരെന്താ? അനിരുദ്ധ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. അനിരുദ്ധ എവിടുന്നാ വരുന്ന? അഭിഷേക്. ആരെ കാണാത്തത്? ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മുടെ കോട്ടയം മൈതാനത്തിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ നിറയെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ ഓക്കെ, ഹലോ 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 ഓക്കെ. അപ്പോൾ നിറയെ പിള്ളേരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജിൻ്റെ മുമ്പിൽ നിറയെ ആളുകളുണ്ട്. അവിടെ ക്രൗഡും നല്ല തിരക്കുമുണ്ട്. പക്ഷേ അതേസമയം ഇവിടെ നിറയെ ആളുകൾ അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ല അവിടുത്തെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ വേറെ കാര്യമുണ്ട്, ദൂരെ കണ്ടറിയാം ഒരു LED വാൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാൽ പോലും വേടൻ്റെ പരിപാടി കാണാം. അപ്പോൾ വളരെ മനോഹരവും വിശാലമായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് സ്വസ്ഥവും സുഖമായിട്ടിരുന്ന് വേടൻ്റെ പരിപാടി കാണാനുള്ള സൗകര്യം പാലക്കാടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേടൻ തീ പാറിക്കും, പാലക്കാട് കത്തും, ഫയർഫോഴ്സിൻ്റെ വണ്ടി എത്രയും പെട്ടെന്ന് വരേണ്ടി വരും. കണ്ടോ, നിറയെ ആളുകളും കുട്ടികളും ഒക്കെ ഇരുന്ന് ഇവിടെ ഒരു സായാഹ്നം ആസ്വദിക്കുകയാണ്. അവിടെ വേടൻ്റെ ആരാധകന്മാരെ കണ്ടിട്ട് അവിടെ കുറച്ചും കൂടി ആർപ്പുണ്ടാക്കി. ഇത്ര പോരാ വിട്ടുവിട്ടാനല്ല നിങ്ങളുടെ ചാനലിന്റെ പേരെന്താ? പിച്ച് പിച്ച്, ക്രിക്കറ്റ് പിച്ച് ഒരു ഷീറ്റിട്ട് മൂടിയിരിക്കുക, ടയറൊക്കെ വെച്ച്. ആയ് അപ്പോൾ നമ്മളെ പിള്ളേരും ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല ഹാപ്പിയാണ്. ക്രിക്കറ്റ് പിച്ച് ഇവിടെ മൂടിയിട്ടിരിക്കുകയാണ്. ആളുകൾ സ്വസ്ഥവും ശാന്തവും സുഖസുന്ദരമായിട്ട് ഇരിക്കണം. ഇവിടെ റിലാക്സ്ഡാണ് കേട്ടോ, നല്ല റിലാക്സ്ഡായിട്ട് മുകളിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ നിന്ന് നന്നായിട്ട് പരിപാടി കാണാനും പറ്റും. ലോങ് വ്യൂ സ്റ്റേജ് കാണാം, പാട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും. മൈക്കും അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, സ്പീക്കറൊക്കെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ക്രൗഡിലേക്ക് പോയി കയറേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ, 7 മണിയാവുമെന്നാണ് പറയണത് ഇവിടെ എത്താൻ. അപ്പോൾ അത്രയും സമയം ഇവിടെ റിലാക്സ്ഡായിട്ട് ഇരിക്കാം. അവിടെ പോയിട്ട് ക്ഷീണിക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കിയ കുറേ ആൾക്കാർ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് LED സ്ക്രീനിലാണ് പോയി നോക്കാം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ആകാശം മേഘങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആ ഭാഗത്ത് കുറച്ച് കറുത്ത മേഘങ്ങൾ കാണാണ്ട്. എന്തായാലും പെയ്യാനുള്ള സാധ്യതയില്ല, അങ്ങനെ പെയ്യാനുള്ള അന്തരീക്ഷം തോന്നുന്നുണ്ട്. ക്യാമറ ഫേസ് നമ്മുടെ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഉള്ളത്. ഈ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് പരിപാടി നടക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ബാരിക്കേഡ് തകർന്ന സാഹചര്യം ഉണ്ടായാൽ പരിപാടി ക്യാൻസൽ ചെയ്യും. പരിപാടി ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അവരവർ ശ്രദ്ധിക്കുക. അവിടെ എന്തോ തിരക്കുണ്ട് കേട്ടോ. അത് മോണിറ്ററിൽ കാണാണ്ട്, അവിടെ സ്ക്രീനിൽ നമുക്ക് കാണാം. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബേക്കിലേക്ക്
വേദിയിൽ ഇറങ്ങി നിൽക്കുക. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നിന്നാൽ മതി, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതിയാവും. പരിപാടി നടക്കുമെന്ന് കരുതരുത്. ഇത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ആളുകളാണെങ്കിൽ ഇതുമായി സഹകരിക്കുക. ഫ്രണ്ടിലുള്ള ആളുകൾ ഇറങ്ങി നിൽക്കുക. ഇതിപ്പോൾ നല്ല ബാക്കിലുള്ള ക്യാമറ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റൈൽ എന്താ നടക്കുന്നത് കറക്റ്റ് ഇവിടെ നിന്ന് കാണാം. ഫ്രണ്ടിലുള്ള മൂന്നാലുള്ള ആളുകൾ അവിടെ ഇരിക്കുക. ഫ്രണ്ടിലുള്ള ആളുകൾ അവിടെ ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. സ്വസ്ഥവും ശാന്തമായിട്ട് അവിടെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ തിരക്കിലേക്ക് പോയാൽ പറ്റുമോ? തിരക്കിലേക്ക് പോകേണ്ട കാര്യം തന്നെ അല്ലാണ്ട് അത് കാണാൻ പറ്റുമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹകരിക്കുക. അവിടെ ഫ്രണ്ടിൽ ഇരിക്കുക. ഇവിടെയും പറക്കുന്നത് അഭിനവ് എവിടെയുണ്ടെങ്കിലും സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരണം. പറക്കുന്നതിനുള്ള അഭിനവ്. പല ഫ്രണ്ട്സ് ഇവിടെ പല ഭാഗത്തും നിറയെ കസേര ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കസേര കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. നമ്മൾ 5 മണിക്ക് എത്തിയാണ്. 6 മണിക്കാണ് വേടൻ്റെ പരിപാടി പറയുന്നത്. ഇനി 7 മണിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇരിക്കാം. നിറയെ ആളുകൾ അവിടെ ഗ്രൗണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഗ്രൗണ്ടിൽ നേരത്തെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യണം. ഓക്കെ. സൗകര്യം ഉപയോഗപ്പെടുത്താൻ എത്ര പേർക്ക് വേണമെങ്കിലും വലിയ കോട്ടമൈതാനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് നീങ്ങി നിൽക്കാവുന്നതാണ്. ഇവിടെ 2 വലിയ LED വാളുകളുണ്ട്. ഇവിടെ എഴുന്നേറ്റ് നിൽക്കരുത്. നമ്മൾ ഇരുന്ന് തന്നെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിരിക്കുന്ന ബെഞ്ച്. ഇവിടെ ഇതുപോലെ നിറയെ ബെഞ്ചുകൾ ഇവിടെ കോട്ടമൈതാനത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, പ്രായഭേദമന്യ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്. നിറയെ ചെറുപ്പക്കാരും കുട്ടികളാണ് കൂടെ ഉള്ളത്. അതുപോലെ നമ്മളെ കുറേ പ്രായമുള്ള ആൾക്കാരുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും വേടൻ്റെ പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? വേടനെ പറ്റി കേട്ടിട്ട് വന്നതല്ലേ? ആ എവിടെയായിട്ട് സ്ഥലം? പാലക്കാട്. ഓക്കെ. ഏട്ടൻ്റെ സ്ഥലം? ഏട്ടൻ്റെ സ്ഥലം എവിടെ? പാലക്കാട്. വേടൻ്റെ പരിപാടി മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടില്ല. ഓക്കെ. ആ അപ്പോൾ ഗൈസ് നിറയെ ആൾക്കാരുണ്ട്. അപ്പുറത്തും കസേരയൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ ബെഞ്ചൊക്കെ ഉണ്ട്. ഇതുപോലെ നിറയെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വേടനെ കാത്തിരിക്കാം കേട്ടോ. സമയം 6:30 വേടൻ ദൂരം എത്തിയിട്ടില്ല. പരിപാടി കുറച്ചും കൂടി കഴിയും തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടമൈതാനമായതുകൊണ്ട് ഇരിക്കാനുള്ള ബെഞ്ചുണ്ട്. ആളുകൾ നല്ല സ്വസ്ഥവും ശാന്തവുമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പുറത്തും ബെഞ്ചുണ്ട്. ഇതുപോലെ നിറയെ ബെഞ്ചും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അതേസമയം അപ്പുറത്ത് നല്ല ക്രൗഡാണ്. ആൾക്കാർ ക്രൗഡിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ആ ക്രൗഡിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഈ മാറി നിൽക്കുന്ന നിറയെ ആളുകളുണ്ട്. സ്വസ്ഥവും ശാന്തവും സുഖമായിട്ടൊക്കെ ഇവിടെ നിൽക്കാം. പരിപാടി ഇവിടെ സ്വസ്ഥവും ശാന്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. എവിടെ പരിചയം ഉണ്ടല്ലോ? അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. കുറേ കാലമായിട്ട് ഉള്ള ഒപ്പിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടുപിട്ടിട്ടോ. അപ്പോൾ വേറെ ആരുണ്ട് കൂടെ? അവിടെ അത് ശരി. ഓ ഓക്കെ. ആ സൈഡിലെ ഗ്രൗണ്ടിലേക്ക് കാണത്തൊക്കെ ഗ്രൗണ്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റിയ ഭാഗത്ത് LED ഇല്ല. ഓ ശരി. ഓക്കെ. പാലക്കാട് വരാൻ തോന്നുന്ന രീതിയിൽ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഒരു മൊമെന്റ്സ് ഒക്കെ കൊണ്ടുപോകണം. റെഡി? ഇവിടെ വരാൻ പോകുന്നത് സാധാരണ ഒരു ആർട്ടിസ്റ്റ് അല്ല. ഹി ഈസ് എ റെവല്യൂഷൻ. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വിജയം. ഇതാണ് ഒരു സിംഗറിന്റെ വിജയം. നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേടൻ്റെ ഇവിടെ എത്താൻ പറ്റും. ക്രൗഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റും. ആൻഡ് ഓക്കെ, നമുക്ക് വേടനെ വേണ്ടി വിളിക്കണം. വേടനെ വേണ്ടി വിളിക്കണം. വെയിറ്റ് 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 ഒരു മിനിറ്റ്. ഓക്കെ, വേടൻ എന്ന് ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യും. ഓക്കെ,
ഞാൻ 3, 2, 1 പറഞ്ഞു കഴിയുമ്പോൾ വെയിറ്റിന് നമുക്ക് ഈക്വലൈസ് ചെയ്ത് പവർ എന്ന് പറയാം. റെഡി? റെഡി? So, here we go. 3, 2, 1. ഇവിടെ എനർജി ഈ സൈഡ് ഭയങ്കര ലോ ആണ്. Come on, വേട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ശബ്ദത്തിനടുത്തേക്ക് എനിക്ക് എത്താൻ പോലും പറ്റുന്നില്ല. So that's the power of വേട്. നമ്മുടെ ഒഫീഷ്യൽസ് ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാർക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. നമുക്ക് ഇത്രയും നല്ലൊരു വെച്ചാലേ. സോ ഹായ്, ഞാൻ എന്റെ പേര് പറയാൻ മറന്നു. നിങ്ങൾ ഭയങ്കര എനർജിയാ. എന്റെ പേര് വേണ്ടേ? ഓക്കെ, സോ ഹായ്, ഞാൻ വിദ്യ. ഇന്നത്തെ ഇവന്റിന്റെ ഹോസ്റ്റ് ആണ്. പക്ഷെ എനിക്കറിയാം എന്റെ ആവശ്യം ഉണ്ടാവില്ല. വളരെ കുറച്ച് സമയം കഴിയുമ്പോൾ he'll take the stage. വളരെ കുറച്ച് സമയം കൂടിയുള്ളൂ വേടം വരാൻ. ഈ ഒരു എനർജിയിൽ നമുക്ക് വേടനെ സ്വാഗതം ചെയ്യാം. Meanwhile, കുറച്ച് നേരം ക്രൗഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. സോ റെഡി? എനർജിയൊക്കെ സേവ് ചെയ്ത് വെച്ചോളൂ. വേടന്റെ ആദ്യത്തെ സോങ് വേടം പാടാൻ പോകുന്നത് എന്താന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? വേടന്റെ സോങ്സ് നിങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നില്ല. മോനാലിസ കേൾക്കട്ടെ? ഹലോ ഫ്രണ്ട്സ്, വേടൻ്റെ പാലക്കാട്ടെ പരിപാടി കാണാൻ അതിഗംഭീരമായൊരു കൂട്ടമാണ് കേട്ടോ വന്നത്. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള വലിയൊരു കൂട്ടം, 10,000-കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി മുതലൊക്കെ എത്തി ഇവിടെ നിന്ന് കാത്തു നിൽക്കുന്ന ഒരു അവസാനമായപ്പോഴേക്കും ആകെ തളർന്ന് കുഴഞ്ഞ് അവസരമൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ പോലും അവർ വേടനെ കണ്ടിട്ടേ പോകൂ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. വൈകുന്നേരം 7:15 കഴിഞ്ഞു കേട്ടോ വേടൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങിക്കേൾക്കാൻ. അതുവരെ ജനങ്ങളിവിടെ കാത്തു നിന്ന് പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആകെ സ്ഥിതിഗതി മാറി കേട്ടോ. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിറയെ കൂട്ടം, തിക്കും തിരക്കായിട്ട് ആളുകൾ അപകടത്തിൽപ്പെടാനും ഓരോരുത്തരുടെ ആംബുലൻസിൽ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. അപ്പോൾ വേടൻ ഇടയ്ക്ക് വെച്ച് പരിപാടിയൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ നിർത്തി വെക്കലുണ്ടാവുകയും അവിടെ ആകെ തിരക്കുണ്ടാവുകയും പോലീസ് ഇടപെടലുണ്ടാവുകയും ആകെ ബുദ്ധിമുട്ടൊക്കെ ആയി. പലപ്പോഴും പാട്ടുകളൊന്നും പാടി മുഴുമിക്കാൻ സാധിച്ചിരുന്നില്ല. വേടൻ ആകെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയുണ്ടായത്. ഇനിയിപ്പോൾ വേടൻ കേരളത്തിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയും അവസ്ഥ. വേടൻ നിൽക്കാനോ പാടാനോ ഒന്നും സ്ഥലമൊന്നും കിട്ടാത്ത അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ തമ്പനയിൽ പറഞ്ഞത് വേടൻ ഇനി കേരളത്തിൽ പാടിക്കരുതെന്ന്. വേടൻ നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ എന്നാൽ ജനക്കൂട്ടം ഒന്നും ഇല്ലാണ്ടിരിക്കണം. അല്ലെങ്കിൽ അതുപോലുള്ള അപാര ഒരു സ്റ്റേജും ആളുകൾക്ക് നിൽക്കാൻ വിശാലമായ ഗ്രൗണ്ടും കിട്ടണം. അതെന്തായാലും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും. വേടൻ ടീം പറഞ്ഞ പോലെ താനേ ചേർന്ന കൂട്ടം, അതായത് താനേ ചേർന്ന കൂട്ടം ഇനി കേരളത്തിൽ ഏത് ഭാഗത്തുണ്ടാവും. അവിടെയൊക്കെ തിങ്ങി നിറയും. ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല, വേടന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവും. കാരണം വേടൻ ജനഹൃദയങ്ങളിലേക്ക് അതുപോലെ കയറി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 7:15 കൂടിയിട്ട് വേടൻ്റെ ഇൻട്രോ വന്നിട്ട് നമുക്ക് ഇൻട്രോ ഒന്ന് കാണാം. അതിനുശേഷം വേടൻ പാടിയ മോണലോവ ഉണ്ട്, മോണലോവ കാണാം. പിന്നെ ഇതിൻ്റെ അവസാന സീനുണ്ട്, പോലീസ് ഇടപെടലൊക്കെ. അതും കൂടി കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും ക്ഷണിക്കാൻ കേട്ടോ.
സോഷ്യൽ ക്രിമിനലും പാടാനാണ് പറയുന്നത്. രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ. ഒരുത്തി 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 കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കണ്ണ് കണ്ണുകൊണ്ടു മയക്കി മയക്കി എണ്ണ ഗർഭിയെ നിന്നെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ. ഹേമന്തേ കള്ളിക്കാട്ടില് മുള്ള ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടനെ മയക്കി മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ. ആ തുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്തു നെഞ്ചിലണിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടി പോലത്തെ വിരൽ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും നിന്റെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീടായി വെറുതെയോ ബന്ധിച്ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീടായി വെറുതെയോ ബന്ധിച്ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. കറുപ്പുറാണി പേരാണി എന്നെ തളക്കനടിച്ച ആണി നിന്റെ കണ്ണ് പെട്ടത് മൂടം പോലും ഞാനി അരികിൽ വാങ്ങി അതര മധുരം എനിക്ക് താമി സ്വർഗവാതിൽ നേണി എന്റെ ദാഹം തീർക്കും പാനീയം മോഹം തീർക്കും മോദീയം മോഹലോവേ മോഹലാവേ എന്റെ നാടേ പ്രേമലീലേ മോഹലോവേ മോഹലാവേ എന്റെ നാടേ പ്രേമലീലേ. നീ ചിരിച്ചാൽ തീതോവനോ നിന്നെ പെട്ടതേത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നും മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. അവസാന കവിത അതും കൊടുത്തല്ലേ.
ആ ഇവിടെ പോ കാണിച്ചോ. അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞു, നമ്മൾ പോവാണ് കേട്ടോ. തീ പാറും എന്നൊക്കെ പറഞ്ഞു, പക്ഷേ തീ പാറാനുള്ള അവസരം കൊടുത്തില്ല. അത്ര ഗംഭീര ക്രൗഡ് അങ്ങോട്ട് വന്ന് പൊതിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വേടന് കേരളത്തിൽ പാടാനുള്ള സ്ഥലമില്ല. ഇത് നല്ലൊരു ഗ്രൗണ്ട് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. വിശാലമായൊരു സ്ഥലം ഇനി കണ്ടെത്തിയിട്ട് മാത്രമേ ഇനി വേടൻ്റെ പരിപാടി വെച്ചാൽ മതി. അപ്പോൾ അതേ പറയുള്ളൂ. ജനം അത്രയായിരുന്നു. കാര്യം വേടൻ്റെ ആശയങ്ങളോടുള്ള സ്വീകാര്യത അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആശയത്തെ സ്വീകരിച്ച വലിയൊരു കൂട്ടം ജനം ഇവിടെ വന്നു, പ്രത്യേകിച്ചും യുവാക്കൾ. ഈ യുവാക്കളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. അതുപോലെ ഉള്ള ചിന്തിക്കുന്ന വലിയൊരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത്. ഇത് നാളെ വിപ്ലവം ഉണ്ടാക്കാൻ ചെയ്യും. അപ്പോൾ ഓക്കെ സൈനിങ് ഓഫ്.